ഹലോ ഗൈസ്, റിയാദ് മെട്രോ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ട്രാൻസ്പോർട്ടേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ്. ഇതും ബ്ലൂ ലൈനിൽ തന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റേഷൻ ഇതിൻ്റെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു ഫ്ലൈ ഓവർ വഴി ആ ഒരു ബസ് സ്റ്റാൻഡിലോട്ടുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേഷനാണ്. നമുക്കിവിടെ നോക്കാമെങ്കിൽ തന്നെ കാണാം, ഇവിടുത്തെ ഒരു കാർ പാർക്കിംഗ് ഏരിയയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ, ട്രാൻസ്പോർട്ടേഷൻ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനകത്തത്തെ കാഴ്ചകളും ഇവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഈ ഒരു സ്റ്റേഷന് ട്രാൻസ്പോർട്ടേഷൻ സെൻട്രൽ സ്റ്റേഷനിൽ പേര് വരാനുള്ള കാരണം റിയാദ് ബസ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്റ്റേഷൻ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് പ്രധാനപ്പെട്ട പല ലാൻഡ്മാർക്കുകളിലേക്കും പോകാവുന്നതാണ്. ഒരു എൻട്രൻസ് ആണ്. ഇതുപോലത്തെ നമുക്ക് 4 സൈഡിൽ നിന്നുള്ള എൻട്രൻസുകളും ഉണ്ട്. അതെല്ലാ സ്റ്റേഷനിലും അതുപോലെ കിട്ടുന്നുണ്ട്. ഈ ഒരു വലിയ സ്റ്റേഷനിലെല്ലാം അതേപോലെ 4 എൻട്രൻസ് ആണ്. കാരണം റോഡിൻ്റെ 2 സൈഡിൽ നിന്നും 2 എൻട്രൻസ് വീതം. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട്. ഇവിടെ മറ്റ് സ്റ്റേഷനിലെ പോലെ തന്നെ സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ എസ്കലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പുകളുണ്ട്, ലിഫ്റ്റ് സർവീസ് ഉണ്ട്. അത് ഏകദേശം എല്ലാ സ്റ്റേഷനിലുമൊക്കെ ഒരേപോലെയാണ്. കാരണം എല്ലാവർക്കും യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിവിടുന്ന് പ്ലാറ്റ്ഫോം ഏരിയയിലോട്ടാണ് പോകുന്നത്. ആദ്യം നമ്മുടെ പ്ലാറ്റ്ഫോമിന് മുമ്പായിട്ട് തന്നെ ഒരു എൻട്രി സൈഡ് ഉണ്ടാവും, നമ്മുടെ മെഷീൻസൊക്കെ യൂസ് ചെയ്യാനുള്ള ഏരിയ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം. ഈ സ്റ്റേഷനിലോട്ട് വരുമ്പോൾ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ഹാള് പോലെ ഏരിയ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മെയിൻ സ്റ്റേഷനിലോട്ടുള്ള ബസ് സ്റ്റേഷനിലോട്ടുള്ള ഒരു വോക്ക് വേണം. അതിപ്പോൾ തൽക്കാലത്തേക്ക് ക്ലോസ് ആണ്. അപ്പോൾ ഇതിന് നമ്മുടെ പുറകെ കാണുന്ന ഈ ഒരു വോക്ക് അതിലമ്പുഴയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സ്റ്റേഷൻ ഇറങ്ങി മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ ഇവിടുന്ന് ഇതിനകത്തോടെ തന്നെ നടന്ന്, പുറത്തോട്ടുള്ള ആക്സസ് എടുക്കാതെ അകത്തോടെ തന്നെ നടന്ന് ആ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് എത്താൻ സാധിക്കും. ഈ ഒരു സ്റ്റേഷനിൽ നമ്മൾ വരുന്ന സമയത്ത് തന്നെ നല്ലോണം ആൾക്കാർ കയറി ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എൻട്രൻസ് ആയിട്ട് തന്നെ ഇവിടെയും ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടുള്ളൊരു ബോർഡുണ്ട്. അതുപോലെ തന്നെ സൈൻ ബോർഡുകളുണ്ട്. പിന്നെ ടിക്കറ്റ് വെൻഡിങ് മെഷീനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് എടുക്കാം. അതുപോലെ തന്നെ മാനുവലി ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാനായിട്ടുള്ള ഓഫീസും കാര്യങ്ങളുണ്ട്. ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. സ്റ്റേഷൻ്റെ അടുത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നെസ്റ്റോയും. നെസ്റ്റോ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ മാൾ എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. അതെല്ലാം ഉള്ള ഈ ഒരു റോഡ് സൈഡിൽ തന്നെയാണ്. ആ ഒരു ആക്സസ് എടുക്കണമെങ്കിൽ നമ്മൾ ഈ സ്റ്റേഷനിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നെസ്റ്റോയിലൊക്കെ പോകാൻ സാധിക്കും. ഇതിനടുത്ത് തന്നെ അപ്പുറം ഇപ്പുറയൊക്കെ ആയിട്ട് ഒത്തിരി ഷോപ്പിംഗ് മാളുകൾ ഉണ്ട്. അസാം പ്ലാസ, പിന്നെ അതുപോലെ തന്നെ ചെറിയ ബുക്ക് സ്റ്റോറ്, പിന്നെ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള ഏരിയകൾ എല്ലാം നമുക്ക് ഈ സ്റ്റേഷനിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ആക്സസ് ഉള്ളൊരു സ്റ്റേഷനാണിത്. ഈ സ്റ്റേഷനിലോട്ട് ഈ കാർഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എൻട്രി എടുക്കുകയാണ്. അതായത് ഞാനിപ്പം 20 റിയാലാണ് റീചാർജ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് പോകാൻ പറ്റും. അവിടെ നമ്മൾ കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തിട്ട് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വിശാലമായ നല്ല ഹൈറ്റിലുള്ള ഗ്ലാസ് വോളുകളും അതുപോലെ തന്നെ അലുമിനിയം ക്ലാഡിങ്ങൾ കൊണ്ടുള്ള സീലിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റേഷൻ്റെ ഉൾവശമാണ്. ഭയങ്കര രസമാണ് കേട്ടോ, നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിൽ ഫിനിഷും ഒക്കെ ആയിട്ട്. നമ്മൾ ഇവിടുന്ന് കയറി പോകുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്കാണ്. ട്രെയിൻ വരുന്ന ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പോകുമ്പോഴൊക്കെ കണ്ടില്ലേ, സൗദികളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷം. كيف هذا مترو كويس؟ مترو 100 100 سعودي ارابيا. ايوه نمبر 1 محمد بن سلمان. كويس شكرا. അപ്പോൾ ഇപ്പം നമ്മൾ അവന്മാർ സൗദികളെ കണ്ടത് അവന്മാർ ഇവിടുന്ന് പെട്ടെന്ന് പോകുമായിരുന്നു. അതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നില്ല. നമ്മുടെ നിന്ന് ചാനലിൻ്റെ നെയിമൊക്കെ മേടിച്ചിട്ട് അവർ പോയി. അപ്പോൾ സബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രിയാണ്. എല്ലാ സ്റ്റേഷനിലെയും പോലെ തന്നെ ഒരേ സംഭവങ്ങൾ തന്നെ, പക്ഷേ എല്ലാം വെറൈറ്റിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഗ്ലാസിൻ്റെ ഫിനിഷിങ്ങും പിന്നെ സ്റ്റേഷനിലെ ഡീറ്റെയിൽസ് എഴുതി വെച്ചേക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും ആൾക്കാർക്കുള്ള സീറ്റിങ്ങിനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, ദാർ അൽ ബൈദറിൽ നിന്ന് മുന്നോട്ട് പോകും തോറും ഓരോ സ്റ്റേഷനിലെയും തിരക്ക് കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം സെൻട്രലിലോട്ട് പോകും തോറും, നമ്മൾ മുന്നോട്ട് പോകും തോറും റിയാദിൻ്റെ സെൻട്രൽ ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് തിരക്ക് കൂടും തീർച്ചയായിട്ടും. ഇവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ടൊരു ചാൻസ് കിട്ടി. അവർ മുമ്പത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട് അവർക്ക് വീഡിയോയിലോട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനപ്പോൾ ചോദിച്ചു, ഇത് കംപ്ലീറ്റ്ലി ഡ്രൈവർ ഇല്ലാതെ റൺ ചെയ്യുന്ന ട്രെയിനുകളാണെന്നാണ് പറഞ്ഞത്. അപ്പം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35ഓളം ട്രെയിനുകൾ ഇപ്പം ഓൾറെഡി സർവീസിലുണ്ട്. ഈ ട്രെയിനുകളിലൊന്നും ഡ്രൈവറില്ല, ഡ്രൈവർലെസ് തന്നെയാണ്. ലോകത്തിലെ
ആദ്യത്തെ ഡ്രൈവർലെസ് ഇത്രയും 176 കിലോമീറ്റർ റൺ ചെയ്യുന്ന ആദ്യത്തെ ഒരു മെട്രോ സിസ്റ്റം തന്നെയാണിത്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ എല്ലാ സ്റ്റേഷനിലും അവരുടെ എൻജിനീയേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും റീസൺ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻജിനീയേഴ്സ് അവൈലബിൾ ആണെന്നാണ് പുള്ളി നമുക്ക് പറഞ്ഞു തന്നത്. ട്രാൻസ്പോർട്ടേഷൻ സെൻറ്റർ സ്റ്റേഷനിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്ക് അടുത്ത സ്റ്റേഷനിലോട്ട് പോകാനുള്ള ട്രെയിന് ഇപ്പം വരും. നമുക്ക് ഇവിടുന്ന് അതിൽ കയറി അടുത്തൊരു സ്റ്റേഷനിലോട്ട് പോകാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളിലോട്ട് മുന്നോട്ട് അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് വരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.